Salam, Namaste. Hi, hello, and welcome back to my YouTube channel. If you're new here, I'm Dr. Sharon Paul Palathingal, and I make videos on life, motivation, and dentistry. ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈലൈറ്റേഴ്സും പോസ്റ്റ് നോട്ട്സും എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോട്ട്സിന് യൂസ് ചെയ്യാം എന്നുള്ളത് കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. So, without further ado, let's get into the video. ആദ്യത്തെ ടിപ്പ് പറയാനുള്ളതാണ്, ഡോണ്ട് റൈറ്റ് എവറിത്തിങ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലായ പോയിന്റ്സ് എല്ലാം ഷോർട്ടായിട്ട് നമ്മുടെ രീതിയിൽ നമ്മുടെ സ്റ്റൈലിൽ വേണം നോട്ട്സ് ഉണ്ടാക്കാൻ. ഓതേഴ്സ് ടെക്സ്റ്റ് ബുക്ക് അവരുടെ സ്റ്റൈൽ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ നമ്മുടെ സ്വന്തം ക്രിയേഷനിലുള്ള നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ നോട്ട്സ് നമ്മുടെ ഓൺ സ്റ്റൈലിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അത് എല്ലാം തന്നെ കോപ്പി അടിച്ച് നോട്ട്സിലേക്ക് എഴുതി വെക്കരുത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ഹെഡിങ്സും വായിച്ചിട്ട് അതിന്റെ അടിയിലുള്ള മെറ്റീരിയൽ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് മനസ്സിലായ പോയിന്റ്സ് എല്ലാം ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നോട്ട്സിലേക്ക് എഴുതിയെടുക്കുക. ഫസ്റ്റ് ടിപ്പിന്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കും അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. ആവശ്യമുള്ള കീ പോയിന്റ്സ് മാത്രമേ നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എക്സാം ടൈമിൽ ഓരോ പേജസിലുള്ള കീ പോയിന്റ്സ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കളർ കോഡിങ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ പോയിന്റ്സും ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആണ് യൂസിങ് ചാർട്ട്സ് ആൻഡ് ടേബിൾസ്. ചാർട്ട്സ് അല്ലെങ്കിൽ ടേബിൾസ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾക്ക് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോപ്പിക്ക് ഒരു ഫ്ലോ ചാർട്ട് മോഡലിലാക്കിയിട്ട് നമ്മൾ പഠിക്കുന്നത്, അതാണ് മൈൻഡ് മാപ്പിംഗ്. ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മളുടെ ഒരു വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, ആ ചാപ്റ്ററിനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് തിരിക്കാം. അതാണ് ഈ ഓരോ ടോപ്പിക്സ് ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് പല കളറിൽ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഇതുപോലത്തെ ഫ്ലോ ചാർട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ ഇത് തങ്ങി നിൽക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഫുൾ ചാപ്റ്റർ മെമ്മറൈസ് ചെയ്യുന്നതിലും വളരെയധികം എളുപ്പമായിരിക്കും ഇത്തരത്തിൽ ഫ്ലോ ചാർട്ട് രൂപേണ ഒരു ചാപ്റ്ററിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ഓരോ ചാപ്റ്ററിനും നമുക്ക് ഓരോ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? പലതും പല സ്റ്റൈലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതറിയോ? മേ ബി ഓരോ തീം ഉണ്ടാക്കാം. ലൈക്ക് ദ സബ്ജക്ട് ബേസിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒരു ക്ലൗഡ് കൊടുത്തിരിക്കുന്ന പോലെ യു ക്യാൻ യൂസ് മേ ബി സൺ ആൻഡ് ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് ഓൺ ഡിഫറെൻറ്റ് സൈഡ്സ്. ഓരോ സബ് ടോപ്പിക്കിന് ഓരോ പ്ലാനറ്റ് ആക്കാം. അങ്ങനെ ആയിരിക്കാം ഫസ്റ്റത്തെ ഒരു ചാപ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ നെക്സ്റ്റത്തെ ചാപ്റ്റർ വേണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ടോപ്പിക് തിരഞ്ഞെടുക്കും. മേ ബി കാർസ്. എനിക്ക് കാർസ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കാർസ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ടോപ്പിക് കൊടുക്കാം. മേ ബി ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒരു പിക്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 100% ഷുവർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടെക്നിക്കാണിത്. ഇതിനെ പറയുന്നതാണ് മൈൻഡ് മാപ്പിംഗ്. അപ്പോൾ ഓരോ ചാപ്റ്ററും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സെക്ഷൻ ഉണ്ടെങ്കിൽ മേ ബി ആ സെക്ഷനെ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലോ ചാർട്ട് രൂപത്തിലാക്കാം. സോ ദാറ്റ് യുവർ സ്റ്റഡീസ് ബിക്കം ഈസിയർ. അടുത്ത ടിപ്പാണ് എങ്ങനെയാണ് ഹൈലൈറ്റേഴ്സ് നമ്മൾ നോട്ട്സിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഹൈലൈറ്റ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് നോട്ട്സ് ടു പോപ്പ് ഔട്ട് ഡിഫറെന്റ് ഇൻഫോ. വേറൊന്നുമല്ല, ടൈറ്റിൽസിന് ഒരു കളർ, അത് സ്റ്റേബിൾ ആയിരിക്കണം. ത്രൂ ഔട്ട് ദ ഹോൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഹോൾ നോട്ട് ബുക്ക് ഈ ഒരു അതേ പാറ്റേണിലായിരിക്കണം നിങ്ങൾ ഹൈലൈറ്റിംഗ് യൂസ് ചെയ്യാനായിട്ട്. ലൈക്ക് ടൈറ്റിൽസിന് ഒരു കളർ കൊടുക്കാം, സബ് ടോപ്പിക്സിന് വേറൊരു കളർ കൊടുക്കാം. അങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോഴ്സുകളിലാണെങ്കിൽ ഒരു ഡിസീസിനെ പറ്റിയുള്ള ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ലൈക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എക്സെട്ര. അതിനെല്ലാത്തിനും കളർ കോഡിങ് കൊടുക്കുക. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നതാണ് ഇതിന്റെ അടിയിൽ വരുന്ന ഓരോ പോയിന്റ്സ്. ഈ പോയിന്റ്സിൽ ഈ പോയിന്റ്സ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ടാവും, ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. സോ അതെന്ത് ചെയ്യണം? അതിനൊരു സ്പെഷ്യൽ കളർ കൊടുക്കണം. ഉള്ളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എസ്സേസ് ഒക്കെ പഠിക്കാമെന്ന് വിചാരിക്കാം. യു ക്യാൻ ഡിവൈഡ് ദ എസ്സേ ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ്. ആ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സബ് ഹെഡിങ്സ് ആയിട്ട് ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോന്നിലും വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാം. സബ് ഹെഡിങ്സ് വേണം നമ്മൾ ഈ എസ്സേയിൽ മാർക്ക് ചെയ്യേണ്ടത് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. അടുത്ത നമ്മൾ പോസ്റ്റ് നോട്ട്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. 6 തരത്തിലുള്ള യൂസസ് ഉണ്ട് പോസ്റ്റ് നോട്ട്സ് നമ്മുടെ സ്റ്റഡീസിന് യൂസ് ചെയ്യുമ്പോൾ.
ആദ്യത്തെയാണ് ടു റൈറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോ. നമ്മൾ പഠിക്കുന്ന ഓരോ സെക്ഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എഴുതി നമുക്ക് സൂക്ഷിക്കാനായിട്ട്. നമ്മുടെ നോട്ട്സ് ഉണ്ടാക്കുമ്പോഴും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നോട്ട്സിന്റെ പേജസ് മറച്ചു നോക്കുമ്പോൾ നമുക്ക് ഓരോ പേജസിലും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോ എന്താണെന്ന് ഈ ഒരു പോസ്റ്റ് നോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് കാരണം തന്നെ ഈ പോയിന്റ്സ് എല്ലാം നമ്മുടെ മനസ്സിൽ നന്നായി പതിഞ്ഞിരിക്കും. രണ്ടാമത്തെ യൂസ് ആണ് ടു റൈറ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് ഇതുപോലത്തെ പോസ്റ്റ് നോട്ട്സിൽ എഴുതിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്സിന്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ യൂസ്, നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്നിരിക്കട്ടെ, മേ ബി എ കെമിക്കൽ ഫോർമുല, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ, മേ ബി എ ക്ലാസിഫിക്കേഷൻ. ഇത് നമുക്ക് ഇതുപോലത്തെ പോസ്റ്റ് നോട്ട്സിൽ എഴുതിയിട്ട് നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ മിറേഴ്സ്, നമ്മുടെ വാള്, സ്വാഭാവികമായിട്ടും നമ്മൾ അത് വായിക്കും. ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ കാര്യം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. അങ്ങനെ നമുക്കിത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു യൂസ് ആണ് സെൽഫ് മോട്ടിവേഷൻ ചെയ്യാനായിട്ട്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സെൽഫ് മോട്ടിവേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില കോഡ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞു നിൽക്കും അല്ലെ. ആ തരത്തിലുള്ള കോഡ്സ് നമുക്ക് ഇതുപോലെ പോസ്റ്റ് നോട്ട്സിൽ എഴുതി നമ്മൾ സ്ഥിരം ഇരുന്ന് പഠിക്കുന്ന നമ്മളുടെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വയ്ക്കാം. ഗൂഗിളിൽ കാണുന്ന എല്ലാ കോഡ്സും ഇതുപോലെ എഴുതിയിട്ട് മതിൽ ഫുൾ ഒട്ടിച്ചു വയ്ക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. ദ മോസ്റ്റ് പവർഫുൾ കോഡ് ഫോർ യുവർ ലൈഫ്, അതാണ് നിങ്ങളുടെ മുമ്പിൽ എഴുതി സ്റ്റിക്ക് ചെയ്യേണ്ടത്. മറ്റൊരു ഉപയോഗമാണ് പോസ്റ്റ് നോട്ട്സിൽ നിങ്ങളുടെ ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്സ്, ഓരോ ഡെയിലും പഠിക്കേണ്ട ടോപ്പിക്സ് അന്ന് രാവിലെ വന്ന് നമ്മളുടെ സിലബസ് റെഫർ ചെയ്ത് നമുക്ക് ഇതുപോലത്തെ പോസ്റ്റ് നോട്ട്സിൽ എഴുതി ഓരോ ടോപ്പിക് തീരുമ്പോഴും നമുക്ക് അതിന്റെ സൈഡിൽ ഓരോ റെഡ് ഇങ്ക് വെച്ച് ടിക്കറ്റ് കൊടുക്കാം. വേറൊന്നുമല്ല, മിഷൻ അക്കംപ്ലിഷ്ഡ്. ഈ ഒരു ചിന്താഗതി നമ്മളുടെ മനസ്സിൽ വരാൻ വേണ്ടിയാണ് ഈ ഒരു ഐഡിയ. ആറാമത്തെ യൂസ് ആണ് ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ പേജില് ഇൻഫോർമേഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു പോസ്റ്റ് നോട്ടിൽ എഴുതിയിട്ട് ആ പേജിന്റെ കോർണറിലായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമുക്ക് റെഫർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിക്കി നോട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പേജിലെ കണ്ടന്റ്സ് എല്ലാം നമുക്ക് നമ്മളുടെ ഐഡിയയിലേക്ക് വരും. വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ എഴുതുന്ന നോട്ട്സിന്റെ കോർണറിൽ ഇതുപോലെ ഓരോ പേജിലും വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ നോട്ട്സ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കൂടുതൽ എളുപ്പമുണ്ടാകും. ഇൻ ടോട്ടൽ ഞാൻ ആകെ 4 ടിപ്പുകളെ പറ്റിയേ പറഞ്ഞോളൂ. വളരെ എളുപ്പമല്ലേ എല്ലാ ടിപ്പുകളും? ഇത് നിങ്ങൾ ഉറപ്പായും നിങ്ങൾ നെക്സ്റ്റ് ടൈം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ 4 ടിപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുകയും പിന്നീട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. അത്ര അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് പോലും ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു റീക്യാപ്പ് പോയാലോ? ആദ്യത്തെ ടിപ്പ് ഞാൻ പറഞ്ഞതായിരുന്നു, ഡോണ്ട് റൈറ്റ് എവറിത്തിങ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നമ്മളുടെ സ്വന്തം നോളേജിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വേണം നമ്മളുടെ നോട്ട്സിൽ എഴുതാൻ. ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച എല്ലാ കാര്യങ്ങളും അതേപടി നോട്ട്സിൽ എഴുതി വെക്കരുത്. രണ്ടാമത്തെ ടിപ്പായിരുന്നു മൈൻഡ് മാപ്പിംഗ്. ഫ്ലോ ചാർട്ടും ചാർട്ട്സും യൂസ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എസ്സേസ് ആയിട്ട് ടോപ്പിക്സ് എഴുതി വെക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്സ് ആയിട്ട് ടോപ്പിക്സ് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് എല്ലാ ടോപ്പിക്കുകളും വരും. മൂന്നാമത്തെ ടിപ്പായിരുന്നു ഹൈലൈറ്റർ കളർ കോഡിംഗ്. കളർ കോഡിംഗ് കൊടുത്ത് ഓരോ ടോപ്പിക്സിനെയും പ്രിപ്പയർ ചെയ്യാം. കളർ കോഡിംഗ് കൊടുത്ത് നമുക്ക് ഓരോ ടോപ്പിക്സിന്റെയും സബ് ഹെഡിങ്സിനെ ഡിവൈഡ് ചെയ്യാം. ആൻഡ് 4ാമത്തെ ടിപ്പായിരുന്നു പോസ്റ്റ് നോട്ട്സ്. എങ്ങനെ എഫക്റ്റീവായി പോസ്റ്റ് നോട്ട്സ് യൂസ് ചെയ്യാമെന്നും ഈ വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ടിപ്സ് അല്ലേ? ഡു ട്രൈ ദിസ് ഔട്ട് നെക്സ്റ്റ് ടൈം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സും സ്റ്റുഡൻസുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത നല്ലൊരു സബ്ജക്റ്റായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.